ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും ഒരു സ്വീറ്റ് മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഇന്ന് 21 ഡേയ്സ് ചലഞ്ചിൽ 10th ഡേ ആണ്. അങ്ങനെ വളരെ വിജയകരമായി ഞാൻ 10th ഡേ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഐഷു ഒന്നുമില്ല കേട്ടോ. ഐഷു കല്യാണത്തിലൊക്കെ പോയിട്ട് വന്ന ക്ഷീണം കാരണം സൈഡ എഴുന്നേറ്റിട്ടില്ല രാവിലെ. പിന്നെന്താ, അതേപോലെ തന്നെ അമ്പലത്തിലെ നാമജപങ്ങളും ഒക്കെ ഇങ്ങനെ മോർണിംഗ് തന്നെ ഞാനിങ്ങനെ കേട്ടുകൊണ്ട് നടന്നു വരികയാണ്. നല്ല രസമുണ്ട്, സൂപ്പറാണ്, നല്ല അറ്റ്മോസ്ഫിയർ. ഇന്ന് സ്ഥിരം കാണുന്ന ഫ്രണ്ട്സുകളെ ഒന്നും കാണുന്നില്ല. ഒരു പട്ടിക്കുട്ടികളെ ഒന്നും വഴി കാണുന്നില്ല. എന്ത് പറ്റി, ഞാൻ വേറെ റൂട്ടാണ് വന്നത്. എല്ലാവരും ഉറങ്ങുമോ? ഇന്ന് നല്ല തണുപ്പുള്ളതുകൊണ്ട് ആരും എഴുന്നേറ്റിട്ടില്ലേ സത്യം പറഞ്ഞ. ഇന്ന് പിന്നെ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ ഒറ്റയ്ക്ക് 2 ദിവസം നടന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എപ്പോഴും തോന്നാറുള്ളതാണ്, എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുള്ള കാര്യമാണ്. എന്നുവെച്ചാൽ എനിക്കെപ്പോഴും ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒറ്റയ്ക്ക് എല്ലാം ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാ കാര്യത്തിനും എല്ലാവരെയും ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയുക, ഇങ്ങനൊരു സ്വഭാവം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കായാലും കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ കാര്യത്തിനും അമ്മയുണ്ട്, അച്ഛനുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു ചിന്തയുള്ളത് കാരണം. അത് മാത്രമല്ല, അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത് കാരണം ഒന്നിനും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ ഒറ്റയ്ക്ക് നമ്മളെല്ലാം പഠിച്ചാൽ നമുക്ക് വളരെ നല്ലതായിരിക്കും. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ അങ്ങനെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും കാണത്തില്ല നമുക്ക്. അപ്പോൾ നമ്മൾ തന്നെ എല്ലാം ചെയ്ത് ഒരു ശീലം വന്നാൽ നമുക്ക് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. അതിനോടൊപ്പം തന്നെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണം. പറ്റുന്ന രീതിയിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെയും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കും തീർച്ചയായും. ഇതെൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒറ്റയ്ക്ക് നമ്മൾ ചെയ്ത് പഠിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴും നല്ലതാണ്. നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും മറ്റൊരാളുടെ സഹായമില്ലാതെ ഒറ്റയ്ക്കായാലും ചെയ്ത് എല്ലാം ശീലിക്കുക. അതാണ് ഇന്ന് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. പിന്നെ ഇന്ന് ഞാൻ അധികം ഒന്നും സംസാരിച്ച് സമയം കളയുന്നില്ല. എനിക്ക് തിരക്കാണ്, കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടണം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. മൺഡേ അല്ലേ, ഇപ്പം വർക്കിംഗ് ഡേ ആണ്, എല്ലാം ഉണ്ട്. എന്നാൽ ഒരു ഷോർട്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. അത്രയേ ഉള്ളൂ, ഇന്ന് ഷോർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.